എല്ലാ വ്യക്തികൾക്കും, ഏതു മനുഷ്യർക്കും ജാതി മത ഭേദമന്യേ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്കെല്ലാവർക്കും അവരവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് തന്നെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്ന ഒരു വ്യക്തമായ അനുഭവം അല്ലെങ്കിൽ അതിനുള്ളൊരു ദൃഢത നമുക്ക് ഗീത കാണിച്ചു തരികയാണ്. അപ്പൊ ഭഗവത്ഗീത എന്ന് പറയുന്നത് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ, ആ മനസ്സിനെ വികസിപ്പിക്കാൻ, ആ മനസ്സിനെ പരിവർത്തനം വരുത്താൻ സഹായിക്കുന്ന ഒരു മാർഗദർശിയാണ് എന്നത് മറക്കരുത്. ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു മൈൻഡ്. ആവർത്തിച്ച് പറയുകയാണ്. മനോവികാസ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞില്ലേ നേരത്തെ. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സ് വികസിപ്പിക്കാൻ നമുക്ക് തന്നെ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കില്ല. കാരണം നമുക്കതിനെക്കുറിച്ച് ഒട്ടും അറിയില്ല. ഈ ഒരു വിഷയം നമ്മുടെ പാഠ്യപദ്ധതികളൊന്നും ഉള്ളതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗീതയിൽ നമ്മുടെ മനസ്സെന്താണെന്നൊരു അറിവ് നമുക്ക് തരുന്നു. അപ്പൊ നമ്മൾ ആരാണ്, നമ്മുടെ മനസ്സെന്താണ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ബോധ മനസ്സിലൂടെയാണ് നാം സകല അനുഭവങ്ങളും അനുഭവിക്കുന്നത്. ബോധ മനസ്സില്ല എങ്കിൽ ഉണരാൻ സാധ്യല്ല. ഒരു സെൻസ് ഓർഗൻസിലൂടെയും നമുക്ക് അറിയാനോ അനുഭവിക്കാനോ ഫീൽ ചെയ്യാനോ ഒന്നും സാധ്യല്ല. നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്, അനുഭവിക്കാൻ സാധിക്കുന്നത്, ഓർക്കാൻ സാധിക്കുന്നത്, ഓർത്ത് പറയാൻ സാധിക്കുന്നത്, എല്ലാ വികാരങ്ങളും പങ്കുവെക്കാൻ സാധിക്കുന്നത്, ചിന്തിക്കാൻ സാധിക്കുന്ന ഒക്കെ ഈ ബോധ മനസ്സുള്ളത് കൊണ്ടാണ്. അപ്പൊ ബോധ മനസ്സെന്നൊരു ശക്തി വിശേഷത്തിലൂടെയാണ് നാം ജീവിതത്തെ കാണുന്നത്, ലോകത്തെ കാണുന്നത്, അനുഭവങ്ങളെ ആസ്വദിക്കുന്നത്. പക്ഷെ ആ ബോധ മനസ്സിനെ കുറിച്ച് നമുക്ക് വ്യക്തമായൊരു അറിവില്ല. അപ്പൊ ആ അറിവ് ഗീത നമുക്ക് പങ്കുവെക്കുകയാണ്. എന്താണത്? ഈ ബോധ മനസ്സ് എന്ന് പറയുന്നത് ശക്തിയാണ്, ചിന്തകളും ശക്തിയാണ്. ഈ ശക്തി എന്ന് പറയുന്നത് ബോധശക്തിയാണ്. എന്താണ് ഈ ബോധശക്തി എന്ന് പറഞ്ഞാൽ? നമുക്ക് അറിയാനും അനുഭവിക്കാൻ ഫീൽ ചെയ്യാനൊക്കെ സാധിക്കുന്ന ബോധശക്തിയാണ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ആ ബോധശക്തി അനന്തമാണ്. അതിന് ആ ബോധശക്തിക്ക് പ്രത്യേക രൂപമില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം ശക്തിക്ക് പ്രത്യേകിച്ച് രൂപമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ശക്തി വിശേഷം സ്വതന്ത്രമാണ്. സ്വതന്ത്രമാണെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒരു ചിന്തകളിലും ആ ബോധം പരിമിതപ്പെടുന്നില്ല, കൺഫൈൻഡ് ആകുന്നില്ല. അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ഫോക്കസ് മറ്റു പല കാര്യങ്ങളിലേക്കും തിരിച്ചുവിടാനുള്ള ഒരു ഫ്രീഡം, ഒരു സ്പേസ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നാം ഒരു വിഷമത്തിലോ വിഷാദത്തിലോ നിറഞ്ഞു നിന്നാൽ പോലും, മുങ്ങി നിന്നാൽ പോലും, ആരെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന സമയത്ത്, പുറത്ത് തട്ടി ഒന്ന് സമാധാനിപ്പിക്കുന്ന സമയത്ത് ആ നല്ല ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതകളിൽ നിന്നും ഒരു അയവ് വരുത്തി കുറച്ചൊരു സമാധാനവും ശാന്തിയും കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നല്ല വ്യക്തല്ലേ ഈ ബോധം ഒരിക്കലും ഒരു ചിന്തയിലും കുരുങ്ങിക്കിടക്കുന്നില്ല എന്നത്. അപ്പൊ ബോധത്തിന്റെ ഒരു വിശാലത, ബോധത്തിന്റെ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കാൻ പറ്റുന്നത്, നല്ല ചിന്തകളിലേക്ക് തിരിച്ചുവിടാൻ പറ്റുന്നത്. വെള്ളം ഒരു പുഴയിലൂടെ അല്ലെങ്കിൽ തോടിലൂടെ ഒഴുകുമ്പോൾ നാം വിചാരിക്കും വെള്ളം ആ തോട്ടിൽ പരിമിതപ്പെട്ട് കിടക്കുകയാണെന്ന്. പക്ഷെ നമ്മൾ അതിൽ നിന്നൊരു ചാല് കീറി മറ്റൊരു തോടുണ്ടാക്കി ആ വെള്ളത്തെ നമ്മൾ അതിലെ കടത്തി വിട്ടു കഴിഞ്ഞാൽ ആ വെള്ളം അതിലേ ഒഴുകും. എന്നതുപോലെ ബോധം സ്വതന്ത്രമായതുകൊണ്ട് ആ സ്വതന്ത്രമായ ബോധത്തെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചുവിടാൻ സാധിക്കും. അപ്പൊ സ്വതന്ത്രമായ ബോധത്തിലാണ് ജീവിതാനുഭവങ്ങൾ നാം അനുഭവിക്കുന്നത് എന്ന് നമ്മളിൽ പലരും അറിയുന്നില്ല. ഇതെന്തിനാണ് അറിയുന്നത്? സ്വതന്ത്രമായ ബോധത്തിന് സർവശക്തി ഉള്ളതുകൊണ്ട് നമുക്ക് ആ ബോധത്തെ തിരിക്കാം, എങ്ങോട്ട് വേണമെങ്കിലും അതിന്റെ അറ്റൻഷൻ, അതിന്റെ ഡയറക്ഷൻ മാറ്റാം. അങ്ങനെ ആർക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവർക്ക് അവരുടെ ദുരിത, ദുഃഖ, വിഷമ, വിഷാദങ്ങളെ എളുപ്പത്തിൽ മറികടക്കാം. നോക്കൂ, ഇതിൽ പരം ഒരു മരുന്ന് ലോകത്തിലുണ്ടോ? ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ എന്തിനാ ഇത്രയൊക്കെ നമ്മൾ അറിയുന്നത്? സത്യത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും കാരണം, അനാവശ്യമായി നിങ്ങൾ മരുന്ന് കഴിക്കുന്നതിന് കാരണം ഈ മാനസിക പിരിമുറുക്കം കൂടിയുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഒരു പനി വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തലവേദന വന്നു വിചാരിക്കുക. ഈ തലവേദന വന്നു കഴിഞ്ഞാൽ ചില ആളുകളുടെ മനസ്സ് വളരെ അസ്വസ്ഥവോ, എന്തൊരു തലവേദന, അസഹനീയം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഒന്നുകൂടി പിരിമുറുക്കുണ്ടാക്കി,
നിങ്ങളുടെ ശരീരത്തെ ഇങ്ങനെ വലിച്ചു മുറുക്കി. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വേദന അനുഭവപ്പെടും. അപ്പൊ നിങ്ങൾക്ക് മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ തലവേദനയ്ക്ക് എന്തെങ്കിലും പെയിൻ കില്ലർ എടുത്ത് കഴിക്കണം. എത്രമാത്രം നിങ്ങൾ മനസ്സുകൊണ്ട് അസ്വസ്ഥരാണോ അത്രമാത്രം നിങ്ങളുടെ ന്യൂറോ സിസ്റ്റങ്ങൾ വലിഞ്ഞു മുറുകും. ആ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കും. ഈ വലിഞ്ഞു മുറുകും തോറും നിങ്ങളുടെ ശരീരം കംപ്ലീറ്റ്ലി ഇങ്ങനെ ടൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വേദനയൊക്കെ കൂടും. കാരണം നമ്മളിങ്ങനെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദനയുണ്ടാവും. നേരെ മറിച്ച് നിങ്ങളുടെ മനസ്സ് റിലാക്സ്ഡ് ആണെങ്കിൽ, സ്വസ്ഥമാണെങ്കിൽ, നിങ്ങളുടെ ന്യൂറോ സിസ്റ്റവും നിങ്ങളുടെ നാഡീ സിസ്റ്റങ്ങളൊക്കെ അയഞ്ഞു കിടക്കും, സ്വസ്ഥമായിട്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേദനയുടെ തീവ്രത കുറയും. ഇപ്പൊ നോക്കൂ, രോഗങ്ങൾ പോലും നമുക്ക് മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗങ്ങളുടെ തീവ്രത കുറയ്ക്കണമെങ്കിൽ, വേദനകളുടെ തീവ്രത കുറയ്ക്കണമെങ്കിൽ പോലും നമുക്ക് ഈ ബോധത്തെ നല്ല ചിന്തയിലേക്ക് തിരിച്ചുവിട്ട് നമ്മളെ അലട്ടുന്ന അസ്വസ്ഥതയിൽ മാറി നിൽക്കാൻ പറ്റണം. അപ്പോഴാണ് മനസ്സ് സ്വസ്ഥമാകുന്നത്, ശാന്തമാകുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇത് നാം മനസ്സിലാക്കി ജീവിച്ചാൽ നമ്മുടെ ശാരീരിക രോഗങ്ങളെ കൊണ്ടുള്ള അസ്വസ്ഥതകളാവട്ടെ, ഇനി മറ്റുള്ളവരുണ്ടാക്കുന്ന വിഷമങ്ങളാവട്ടെ, ആരെങ്കിലും നിങ്ങളെക്കുറിച്ചൊരു കമന്റ് പറഞ്ഞു, ഇന്നാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും അയാളെ മുഴുവൻ ഇല്ലാതാക്കാൻ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട്. നല്ല സിനിമകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ, ചിലർ വളരെ സെൻസിറ്റീവാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അയ്യോ എന്നെങ്ങനെ പറഞ്ഞു, അങ്ങനെ ആകെ മാനസികമായിട്ട് തളരുന്നവര്. ഇങ്ങനെ ലോകം പരിഹസിക്കുന്നു, ശരീരം അസ്വസ്ഥമാക്കുന്നു, നിങ്ങൾക്ക് സാമ്പത്തികമായോ കുടുംബപരമായോ ഒക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ഇതിലൊക്കെ സംഘർഷങ്ങളും അസ്വസ്ഥതകളും വേദനകളും വിഷമങ്ങളും വിഷാദങ്ങളും കുത്തി നിറച്ച് ജീവിച്ചിട്ട് നിങ്ങൾ എന്ത് ജീവിതമാണ് ആസ്വദിക്കുന്നത്? കാരണം ജീവിതം ആസ്വദിക്കണമെങ്കിൽ വളരെ അയഞ്ഞു കിടക്കുന്ന സ്വസ്ഥമായ, ശാന്തമായ, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള ഒരു മനസ്സ് വേണ്ടേ? ആകെ കലങ്ങി മറഞ്ഞിരിക്കുന്ന ഒരു മാനസിക അന്തരീക്ഷത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിതം ആസ്വദിക്കും? ഒരു വശത്ത് നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതമൊക്കെ സുന്ദരം, അങ്ങേയറ്റം അടിപൊളി തകർത്തങ്ങനെ ഉഷാറാക്കുക. വേറെ വശത്ത് യാഥാർത്ഥ്യം മനസ്സ് മുഴുവൻ കലങ്ങി മറഞ്ഞ് ഇരുണ്ടടച്ച വേദനകളും പരിഭവങ്ങളും പ്രയാസങ്ങളും. എന്ത് ജീവിതം? സ്വപ്നം കാണുന്നത് എവിടെ, യാഥാർത്ഥ്യം എവിടെ? വല്ല ഇതുണ്ടോ? നമ്മളെ ഇന്നത്തെ ഭാഷയിൽ പറയാം തള്ളുക എന്നാണ്. തള്ളുക എന്ന് പറഞ്ഞാല് രാഷ്ട്രീയ നേതാക്കന്മാരിങ്ങനെ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളും. പക്ഷെ 5 കൊല്ലത്തിന്റെ ഉള്ളിൽ ആ തള്ളിയതിൽ 1% കാര്യം പോലും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതുപോലെ നമ്മളിങ്ങനെ വലുതൊക്കെ സുന്ദര സ്വപ്നങ്ങളിലൂടെ വലുതൊക്കെ അങ്ങനെ മോഹിക്കും. പക്ഷെ യാഥാർത്ഥ്യം നമ്മുടെ മനസ്സ് മുഴുവൻ അസ്വസ്ഥവും കലങ്ങി മറഞ്ഞതും ഇരുണ്ടടഞ്ഞതും ആകെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഇത് തമ്മിൽ യോജിക്കും. നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് യാത്ര ചെയ്യാൻ അനുയോജ്യമായൊരു വാഹനം വേണ്ടേ? ആ വാഹനം ഓടിക്കാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നം കണ്ടിട്ട് എന്ത് കാര്യം? വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന ഒരു വാഹനമായിട്ട് നിങ്ങൾ യാത്രയ്ക്ക് ഒരുങ്ങും. ഇതുപോലെയാണ് നമ്മുടെ മനസ്സാണ് വാഹനം. നമ്മൾ അറിയുന്നില്ല. ശരീരം മാത്രമല്ല വാഹനം, മനസ്സാണ് വാഹനം. ആ മനസ്സിന്റെ മൂഡ് പോയാൽ, ആ മനസ്സിന്റെ താല്പര്യം പോയാൽ, ആ സമയത്ത് നിങ്ങൾക്ക് യാത്ര ബോറടിച്ചു, യാത്ര വിരസമായി, മടുത്തു. അപ്പൊ അതുകൊണ്ട് ഈ മനസ്സിനെ എങ്ങനെ നമുക്ക് മുഷിപ്പിൽ നിന്നും എല്ലാവിധ അസ്വസ്ഥതയിൽ നിന്നും പുറത്തു കൊണ്ടുവരാം? അതിന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിവുള്ള സ്വതന്ത്രമായ ശക്തിയുള്ള ബോധം, ആ ബോധശക്തിയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? നല്ല ചിന്തകളിലേക്ക് തിരിച്ചുവിടുക. അതാണ് നമുക്ക് ചെയ്യാവുന്നത്. അതിനാണ് ചില കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും വെച്ച് ജീവിക്കണമെന്ന് ആവർത്തിച്ച് പറയുന്നത്. നിങ്ങളൊരു കൃത്യനിഷ്ഠയോടുകൂടി എണീറ്റ് കുറച്ചു നേരം പ്രാണായാമവും പ്രണവവും ജപവും അങ്ങനെ പരിശീലിച്ച് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുവരികയാണെങ്കിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞു കാലേന ആത്മനിവിന്തതി, കാലേന കാലം കൊണ്ട് ഈ പ്രാക്ടീസ് അങ്ങനെ നിരന്തരം നിങ്ങളിൽ നടക്കുമ്പോൾ ആ മൊമെന്റം, ആ പ്രയത്നം, ആ പ്രവൃത്തി, ആ ചലനം നിങ്ങളിൽ ശക്തിയെ രൂപപ്പെടുത്തും. ആത്മശക്തി, ആന്തരിക ശക്തി. അപ്പൊ നിങ്ങളിൽ തന്നെ ആ ശക്തി രൂപപ്പെടുത്തും. സാധന നിങ്ങൾക്ക് ആത്മശക്തി തരും. വേദനയും വിഷവും നിങ്ങൾക്ക്
ശക്തിയെ ചോർത്തിക്കളയും. കാരണം വേദന, വിഷമം എന്നത് എപ്പോഴും നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ ദൗർബല്യമാണ്. ദൗർബല്യം എപ്പോഴും പുറത്തേക്കാണ്. കാരണം നമുക്ക് ആരോടൊക്കെയുള്ള വിഷമം, ആരോടൊക്കെയുള്ള പ്രതിഷേധം, ആരോടൊക്കെയുള്ള ഒരു വിരോധം, വിദ്വേഷം, ഇതൊക്കെ പുറത്തേക്ക് അങ്ങനെ ഒഴുകുകയാണ്, പുറത്തേക്ക്. എന്നാൽ നാം സാധന അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ബോധശക്തിയുടെ തീവ്രത കൂടി വരികയാണ്. ബോധത്തിന്റെ ശക്തി കൂടുക എന്ന് പറഞ്ഞാൽ ബോധത്തോടടുക്കുന്ന മനസ്സിന്റെ ശക്തി കൂടുന്നു. അല്ലാതെ ബോധത്തിന് ശക്തി ഉള്ളതുകൊണ്ടാണ് മനസ്സിന് ശക്തി കിട്ടുന്നത്. പക്ഷെ ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത് ബോധശക്തി കൂടുന്നു എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് ബോധത്തോടടുത്ത് നിങ്ങൾ ബോധപൂർവം സാധന ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനഃശക്തി നിരന്തരം കൂടും. മുല്ലപ്പോമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ നല്ലതിനോടടുക്കുമ്പോൾ ആ മാനസിക ശക്തിയും വർദ്ധിക്കും. ഇപ്രകാരം മാനസിക ശക്തി വർദ്ധിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ജീവിതം വളരെ 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 ലാഘവത്തോടെ ജീവിക്കാവുന്നതേ ഉള്ളൂ. പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരും. പക്ഷെ നമ്മൾ അതിനെ അയവിറക്കുന്നത് എന്തിനാണ്? അതിനെ സ്മരിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് ആളുകൾ സ്മരിക്കുന്നത്? അവർക്ക് അതിൽ നിന്നും പുറത്തു വരാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പുറത്തു വരാൻ പറ്റുന്നില്ല? പുറത്തു വരാൻ പറ്റുന്ന ജീവിത ഒരു സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ആത്മബലമില്ല, മനോബലമില്ല. അതുകൊണ്ടാണല്ലോ ഈ വിഷമം, വേദന അനുഭവിക്കുന്നവർ എനിക്ക് ഒന്നിനും ഒരു ശക്തിയില്ല, ഒന്നും നേരിടാനുള്ള ഒരു കരുത്തില്ല. അപ്പൊ ആ കരുത്ത് അവർ വികസിപ്പിച്ചിട്ടില്ല. കരുത്ത് വികസിപ്പിക്കാതെ, പ്രയത്നിക്കാതെ, ഒരു പ്രോസസ്സിലൂടെ, പ്രക്രിയയിലൂടെ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാതെ എങ്ങനെ അത് കിട്ടും? താനെ ദൈവം കൊടുക്കുന്നു കരുതിയോ? അപ്പൊ ഈ ശക്തി വിശേഷത്തെ നമ്മൾ നിരന്തര പരിശീലനത്തിലൂടെ, കാലേന, ആ വാക്ക് മറക്കരുത്. കൃഷ്ണൻ പോലും അതാ പഠിപ്പിക്കുന്നത്. അല്ലാതെ കൃഷ്ണൻ അത് ശ്രീകോവിലിന്റെ അകത്തുനിന്ന് ഷീറ്റ് വഴിപാട് ഷീറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ പുഷ്പാഞ്ജലിക്ക് എഴുതി ഷീറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ തിരുമേനി 2 പൂവിടുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ ശക്തിയും അങ്ങോട്ട് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ടില്ല. കാലേന, കാലേന, കാലേന മീൻസ് കാലം കൊണ്ട്, നിങ്ങളുടെ സാധന ശക്തി കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സാധന പ്രയത്നം കൊണ്ട്, സാധനാശീലം കൊണ്ട് അതൊരു ശീലമാക്കിയെടുത്താൽ കാലേനാത്മനിവിന്ദതി, ആത്മനിവിന്ദതി, ഈ മനോബലം, ഈ ആത്മശക്തി നിങ്ങളിൽ രൂപപ്പെടും, നിങ്ങളിൽ സംജാതമാവും, നിങ്ങളിൽ വികസിക്കും. അങ്ങനെ നിങ്ങളിൽ കിട്ടുന്ന ഈ ശക്തി വിശേഷം മതി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കാൻ. അപ്പോ ഈ നിരന്തര സാധന ചെയ്യുന്ന ആളുകൾക്ക് അവനവന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാനും അതിൽ നിന്ന് തന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് തന്റെ ബോധമണ്ഡലത്തെ സാധനയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ആ സാധനയിൽ അങ്ങനെ മുഴുകി, ഒന്നിൽ മുഴുകുമ്പോൾ മറ്റൊരു കാര്യം മറക്കും. അതാണ് കാര്യം. ഒരു ചിന്തയിൽ വ്യാപരിക്കുമ്പോൾ വേറെ ചിന്ത നാം മറന്നുപോകും. നമ്മുടെ ജീവിതത്തിലെ അനുഭവമല്ലേ. പലപ്പോഴും നിങ്ങളൊക്കെ ശ്രദ്ധ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ വെക്കുമ്പോൾ വേറെ കാര്യം മറന്നു പോകാറുണ്ട്. ഈവൻ നിങ്ങൾ ഫോൺ എടുത്തു, മൊബൈൽ എടുത്തു, ആ സമയത്ത് അത്യാവശ്യം ഒരു നിങ്ങളെ കാണാൻ വേണ്ടി ആരോ വന്നു, അതിന്റെ ഒരു നിങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു വ്യക്തി, ആ ഒരു ബഹളത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ മൊബൈൽ എവിടെയാ വെച്ചത് എന്നുള്ള മറന്നുപോയി. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൊബൈൽ പോലും നിങ്ങൾ മറക്കുന്നതിന് കാരണം വേറെ ഒന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞ് അതിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം മറന്നു പോകാറില്ല. ഇങ്ങനെ എന്തെല്ലാം നമ്മൾ കടയിൽ പോയി വാങ്ങിക്കാൻ മറക്കുന്നു, അതുപോലെ പല സാധനങ്ങളും വഴി പലയിടത്തും വെച്ച് മറക്കുന്നു. നമ്മൾ തന്നെ പറയാറുണ്ട്, എനിക്ക് ഓർമ്മയിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി, ആ സമയത്ത് മറന്നുപോയി. ഇങ്ങനെ മറന്നു പോകുന്ന, അതും നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ അമ്മമാരെ ഇക്കാര്യത്തിൽ എടുത്തു പറയണം. ഈ ക്ഷേത്രത്തിന്റെ അടുത്തെത്തിയ അവർക്ക് ഒരു തരം ചെറിയൊരു ഭക്തിഭ്രാന്ത് തലക്കേറും. അപ്പോഴേക്കും ചെരുപ്പ് അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ടിട്ട് ഒറ്റ ഓട്ടാണ് അമ്പലത്തിനകത്തേക്ക്. തിരിച്ചു വന്നാൽ കാണാൻ എങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ചെരുപ്പ്. ഇതെവിടെ കൊണ്ടുവച്ചത് ഓർമ്മയില്ല. കാരണം ആ സമയത്ത് പരിസരം പോലും മറന്നു ഓടുകയാണ്. പിന്നെ വന്ന് ഇപ്പൊ വളരെ കുറവാണ്, കാരണം ഇപ്പൊ നമുക്ക് ക്ലോക്ക് റൂമുകളും കൊണ്ടുവയ്ക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ആയിട്ട്. എന്നാലും ഇത്തരം രസങ്ങളൊക്കെ എപ്പോഴേയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവനവന്റെ ചെരുപ്പ് മറക്കുക, അല്ലെങ്കിൽ ബാഗ് മറക്കുക, പല സാധനങ്ങളും വെച്ച് മറക്കുക. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? ഈ മറക്കുക എന്ന് പറയുന്നത് മറന്നതല്ല വാസ്തവത്തിൽ, വേറൊന്ന് ഓർത്തപ്പോൾ ഈ കാര്യം കൂടി ഓർമ്മയിൽ വന്നില്ല. ഇപ്പൊ വേറൊരു കാര്യത്തിൽ മനസ്സ് സജീവമായപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സ് വിട്ടുപോയി. ഇത് നമ്മുടെ ലൗകിക ജീവിതത്തിൽ ശരിയാണെങ്കിൽ, നാമസങ്കീർത്തനാദികളിൽ നിങ്ങൾ വ്യാപരിക്കുമ്പോൾ, അതിൽ മുഴുകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മറക്കാൻ പറ്റില്ലേ? സ്വയം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വിഷമങ്ങളെ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ലേ? അപ്പൊ അതുകൊണ്ട് നല്ല ചിന്തകളിൽ നമ്മളെ വ്യാപരിപ്പിക്കണം, അതിലേക്ക് കൊണ്ടുവരണം. ഇതാണ് നമുക്കുള്ളൊരു സാധന.
അപ്പൊ അതെങ്ങനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് കൃഷ്ണൻ തുടർന്നുള്ള ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് 39ാമത് ശ്ലോകത്തിലേക്ക് കടക്കാം. 4-ാമത്തെ 39ാം ശ്ലോകം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ഒന്നുകൂടി ചൊല്ലാം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ഓരോ വാക്കുകളും അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു വാക്ക് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ സ്മൃതിപഥത്തിൽ കുറിച്ചു വെക്കണം. വീട്ടിലെവിടെങ്കിലൊക്കെ ഒന്ന് എഴുതി വെക്കുക. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ എൻകാർവ് ചെയ്ത് വെക്കേണ്ട ഒരു വാക്കാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. എന്തൊരു കണ്ടുപിടുത്താണ് നോക്കൂ നിങ്ങൾ. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ഋഷിവര്യന്മാരുടെ തീഷ്ണമായ ഏകാഗ്രമായ ബുദ്ധി കൊണ്ട് അവര് കണ്ടെത്തിയിരിക്കുന്ന ജീവിതത്തിന്റെ പല കണ്ടെത്തലുകളും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് ഈ കേരളം ലോകത്തിന്റെ നെറുകയിലെത്തുമായിരുന്നു. ഇന്ന് നെറുകയിൽ തല്ലുന്ന കുറെ കുട്ടികളെ സൃഷ്ടിക്കാനെന്നല്ലാതെ കൊടി പിടിച്ചുകൊണ്ട് തമ്മിൽ കുത്തിക്കൊല്ലാൻ കുറെ യുവാക്കളെ യുവതി സമൂഹത്തെ സൃഷ്ടിക്കാമെന്നല്ലാതെ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എത്ര തരം താഴ്ത്തി രാഷ്ട്രീയക്കാരെന്ന് നോക്കൂ. ബുദ്ധിപരമായി വികസിക്കേണ്ട സമയത്ത് കൊടിയും പൊടുത്തുകൊണ്ട് ബീഡിയും വലിച്ചുകൊണ്ട് പുരോഗമനവാദികളെന്ന് ചിന്തിച്ച് അവസാനം സമൂഹത്തിലെങ്ങും എത്താതെ തെരുവ് നായ്ക്കളെപ്പോലെ പാവം പിന്നീട് ജീവിതം തുലച്ചു കളയുന്നവരാണെന്ന് ഈ യുവാക്കൾ അറിയുന്നുണ്ടോ? അവര് ലോകത്തെ ഒന്നും നോക്കുന്നില്ലല്ലോ. കഷ്ടം. ലോകം ഇന്ന് എത്തി നിൽക്കുന്നത് 5th ജനറേഷൻ ടെക്നോളജിയിലേക്കാണ്. 5G എന്നൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? ലോകം ഇന്ന് ഹൈ ടെക്നോളജിയിലേക്ക് പോകുമ്പോൾ ഇവിടെ കൊടിപിടിച്ച സമരമാണ്. അവകാശങ്ങൾ നേടിയെടുക്കുകയാണ്. പാവം അറിയുന്നില്ല. ആര് തരും ഈ അവകാശം? എന്തവകാശം ആര് തരും? എറണാകുളത്ത് കുറെ കെട്ടിടങ്ങള് പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും നോക്കാതെ അങ്ങോട്ട് കെട്ടി. നല്ല ലക്ഷൂറിയസ്, അങ്ങേയറ്റത്തെ ഹൈ എൻഡ് ലക്ഷൂറിയസ് ആയിട്ടുള്ള കുറെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. അങ്ങനെ അത് പരിസ്ഥിതി ലംഘനം ചെയ്തു എന്ന് സുപ്രീം കോടതി വരെ എത്തി. സുപ്രീം കോടതിക്ക് ഒരു ദാക്ഷിണ്യം ഉണ്ടായില്ല. സുപ്രീം കോടതി പറഞ്ഞു പൊട്ടിച്ചേ പറ്റുള്ളൂ. ഇവിടുത്തെ രാഷ്ട്രീയക്കാര് അവരുടെ ഒരു വിവരക്കേട് നോക്കണം. ഘോരം അവിടെ ചെന്ന് പ്രസംഗിക്കുകയാണ്. നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങളാരും അനാഥരാവില്ല, നിങ്ങളെ ആരും വഴിയിലേക്ക് ഇറക്കിവിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒക്കെ സുപ്രീം കോടതി കാറ്റിൽ പറത്തി കൊടുത്തു. ഇവരുടെയൊക്കെ വാക്കുകൾക്ക് വല്ല വിലയുണ്ടോ? തകർത്ത് തരിപ്പണമാക്കി നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? 3 കെട്ടിടങ്ങൾ ഠിം 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 കിടക്കണോ താഴെ? ഒരു അവകാശവും സംരക്ഷിക്കാൻ ഒരുത്തനും ഉണ്ടായില്ല. ഇന്നും നാണം കെട്ട് പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയക്കാർ ജീവിക്കുന്നു. അതാണ് അത്ഭുതം. നഷ്ടപ്പെട്ടവൻ ഇന്നും തെരുവിൽ നടക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹം തിരിച്ചറിയത്ത്. ഈ യുവത്വം തിരിച്ചറിയുന്നില്ല. അന്ധമായ രാഷ്ട്രീയം തലയിലേറ്റിക്കൊണ്ട് അവകാശങ്ങൾ നേടിത്തരും എന്നും പറഞ്ഞ് നടക്കുന്ന ഈ നേതാക്കന്മാരൊക്കെ നേരത്തെ പറഞ്ഞ അവകാശങ്ങളുള്ളൂ. നിയമങ്ങളും അതുപോലെ തന്നെ ലോകത്തിന്റെ വികസനത്തിന്റെ മുന്നിൽ നിങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ നിങ്ങൾ തിരിച്ചറിയൂ. നിങ്ങളെ പുറകോട്ട് വലിച്ച് അങ്ങ് തെരുവിന് ആധാരമാവരുത്. നിങ്ങളുടെ കഴിവുകളെ, സാമർത്ഥ്യത്തെ വളർത്തിയെടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, സ്കൂളുകളിലും കോളേജുകളിലും എഴുതി വെക്കേണ്ട, വീടുകളിലും എഴുതി വെക്കേണ്ട, വിദ്യാർത്ഥികളുള്ള അവർ പഠിക്കുന്ന മുറിയിൽ എഴുതി വെക്കേണ്ട ഒരു വാക്കാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. എന്തൊരു മനോഹര വരികളാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. നമ്മുടെ ഉപനിഷത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മുടെ പല സ്ഥാപനങ്ങളും എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചൊരു വാക്കാണ് മുണ്ടകോപനിഷത്തിൽ എടുത്തിരിക്കുന്ന
സത്യമേവ ജയത്തെ. അത് ഉപനിഷത്ത് വാക്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിരിക്കുന്നത്. സത്യമേവ ജയത്തെ, സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. അതുപോലെ പല യൂണിവേഴ്സിറ്റികളും പലരും ഇത്തരം വാക്കുകൾ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം LIC, ഇൻഷുറൻസ് കമ്പനി, യോഗക്ഷേമം വഹാമ്യഹം, ഭഗവത്ഗീതയിൽ നിന്ന് എടുത്തതാണ്. അങ്ങനെ പല ഓർഗനൈസേഷനും പലതും പല യൂണിവേഴ്സിറ്റികളും ഒരുപാട് എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള വാക്കുകൾ. കർമ്മണ്യേവാധികാരസ്ഥ എടുത്ത യൂണിവേഴ്സിറ്റി ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു നിർമ്മായ ശ്രീ എന്നൊരു വാക്ക്, നമ്മുടെ വേദത്തിൽ നിന്ന് എടുത്താണ്. അത് കണ്ടിട്ട് ഒരു വിദ്വാൻ ചോദിക്കുകയാണ്, ഇത് നിർമ്മാണം കുമ്മായത്തിൽ ഉണ്ടാക്കിയെന്നാണോ എന്ന്. അത്ര വിവരമുണ്ട് നമ്മുടെ ആൾക്കാർക്ക്. സംസ്കൃതത്തിന്റെ ഒരു മഹത്വം പോലും അറിയാത്ത കുറെ വിഡ്ഢികൾ സമൂഹത്തിലുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ജ്ഞാനം മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് ജ്ഞാനങ്ങൾ വേണം. ദ്വേ വിദ്യേ വേദിതവ്യേ, രണ്ട് വിദ്യകൾ വേണം. ഒന്ന് അപരാവിദ്യ, അതാണ് നാം ഇന്ന് പറയുന്ന സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി, ടെക്നോളജി, പിന്നെ എല്ലാ പ്രൊഫഷണൽ അറിവുകളും നമ്മൾ അതിനെ വിളിക്കേണ്ടത് അപരാവിദ്യ എന്നാണ്. അപരാവിദ്യ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ച വിദ്യയാണ് അപര. ഇനി നമുക്ക് അപരാവിദ്യ മാത്രം പോരാ, ദ്വേവിദ്യ, രണ്ട് വിദ്യ ഉണ്ടല്ലോ. പരാച്ച, പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ ബോധമനസ്സിനെ കുറിച്ചുള്ള വിദ്യ. ഇപ്പൊ നമ്മൾ വിദ്യയെ ഒരു 360 ഡിഗ്രിയുള്ള ഒരു വൃത്തമാക്കി വെച്ചാൽ, ബോധമനസ്സില്ലെങ്കിൽ, ബോധബുദ്ധി അല്ലെങ്കിൽ ബോധമനസ്സ് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അപരാവിദ്യ പഠിക്കാൻ പറ്റും? നിങ്ങൾ രാവിലെ ഉണർന്നു വരുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ബോധം ഉണരുന്നില്ല എങ്കിൽ, കോൺഷ്യസ്നെസ് എന്ന സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈനംദിന പ്രവർത്തികൾ ചെയ്യാൻ പറ്റുമോ? സ്കൂളിൽ പോകാൻ പറ്റുമോ? പഠിക്കാൻ പറ്റുമോ? എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയണോ നിങ്ങളുടെ ബ്രെയിൻ പ്രവർത്തിക്കണം, ബുദ്ധി പ്രവർത്തിക്കണം, നിങ്ങളുടെ ബുദ്ധിയിലേക്ക്. ഇതൊക്കെ ഈ വാക്കുകൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ രാവിലെ ഒന്ന് ഉണരണ്ടേ? അപ്പൊ നിങ്ങളുടെ ബോധം ഉണരുന്നു, അല്ലെങ്കിൽ ബോധ മനസ്സുണരുന്നു. അപ്പൊ ആ ബോധ മനസ്സിലൂടെയാണ് നിങ്ങൾ അപരാവിദ്യ ആർജിക്കുന്നെങ്കിൽ അപരാവിദ്യയും അറിയണം, ഈ ഉണർന്നു വരുന്ന ബോധ മനസ്സിനെയും അറിയണം. അതാണ് പരാവിദ്യ. അപ്പോഴാണ് ഒരു 360 ഡിഗ്രി ഒരു വൃത്തം പൂർണ്ണമാവുക. അതിന്റെ 180 ഡിഗ്രി അപരാവിദ്യയാണെങ്കിൽ അതിന്റെ 180 ഡിഗ്രി പരാവിദ്യയാണ്. ഈ ഒരു കൺവിക്ഷൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇല്ലാതെ പോയി, വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ ഇല്ലാതെയായി പോയി. അവനവന്റെ ബോധ മനസ്സുകൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ് ഈ അറിവുകളൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് അവനവന്റെ ബോധ മനസ്സിനെ കുറിച്ച്, ബുദ്ധിയെക്കുറിച്ച് അവനവനൊരു അറിവ് വേണം. ഏത് യൂണിവേഴ്സിറ്റി, ഏത് കോളേജ്, ഏത് സ്കൂളുകളാണ് പഠിപ്പിക്കുന്നത്? കഷ്ടം തോന്നും നമ്മുടെ വിദ്യാഭ്യാസം ഇത്ര അധപ്പതിച്ചു പോയതില്. വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്ത ആളുകള് ആ വ്യക്തിയിലെ ബോധ മനസ്സിനെ വികസിപ്പിക്കാനായി ഒന്നും ചെയ്തില്ല. അതിന്റെ ദുരന്തങ്ങളാണ്, പാർശ്വഫലങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ ബുദ്ധിയിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും മനസ്സിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും, എല്ലാ സബ്ജക്റ്റുകളും പഠിക്കാൻ പറ്റില്ല, അതിന് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അപകർഷതാബോധം, പലർക്കും എന്നെക്കാളും പഠിക്കാൻ പറ്റുന്നു എന്നുള്ള അസൂയ, അവരുടെ പഠിത്തത്തെ കാണുമ്പോൾ അസൂയ, മത്സരങ്ങളിൽ തനിക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും തോൽപ്പിക്കാൻ കഴിവുള്ള ഒരാളാണെന്നുള്ളൊരു ദുരഭിമാനം, ഇങ്ങനെ പല ചിന്തകളും നിറഞ്ഞിരിക്കുന്ന ആ മനസ്സിൽ നിന്ന് ആ വ്യക്തിത്വത്തെ ഒന്ന് ഉയർത്താൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് സാധിക്കാത്തതുകൊണ്ടല്ലേ ഇന്ന് പ്രണയ നൈരാശ്യത്തിലും പരാജയ ഭീതിയിലും പരാജയ ചിന്തയിലും ഒക്കെ മനുഷ്യ മനസ്സ് കലുഷിതമായി യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും കോളേജുകളിലും യുവാക്കളും യുവതികളും ആത്മഹത്യ ചെയ്യുന്നത്? ഈ സിലബസ് ഉണ്ടാക്കിയ ആളുകളാണ് അതിന് ഉത്തരവാദി. നമ്മുടെ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്ത ഈ വിദ്യാഭ്യാസ വിചക്ഷണരെന്ന് പറയുന്ന അങ്ങേയറ്റത്ത് വെറും പുസ്തകം മാത്രമാണ് വിദ്യ എന്ന് കരുതുന്ന ഇത്തരം ബുദ്ധിശൂന്യത കാണിച്ച ആളുകളാണ് ഇതിന് ഉത്തരവാദി. അപ്പൊ നമുക്ക് രണ്ട് വിദ്യയും പഠിക്കേണ്ടത്, ഒന്ന് അപരാവിദ്യയും രണ്ട് പരാവിദ്യയും. അവനവന്റെ ബോധ മനസ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസം എങ്ങനെ പുറത്തു കടക്കാൻ പറ്റും? ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അറിയില്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോവാം, ഗൈഡ് മേടിക്കാം. പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾക്ക് എവിടെ ട്യൂഷൻ ഉള്ളത്?
ഒരുപക്ഷെ കൗൺസിലിംഗ് ഉണ്ടെന്ന് നിങ്ങൾ പറയും, ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ടെന്ന് പറയും. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെന്താ വഴിയുള്ളത്? അപ്പൊ അതുകൊണ്ട് ഈ ബോധമനസ്സിനെ കുറിച്ച് നമുക്ക് തന്നെ പഠിക്കാൻ വിദ്യാഭ്യാസത്തിലൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപരാവിദ്യയും പരാവിദ്യയും. നാരായണ ഗുരുദേവൻ ഇത് രണ്ടും സമന്വയിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആത്മോപദേശ ശതകത്തിൽ അദ്ദേഹം പറയും, പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു നൂറ്റാണ്ട് അരനൊടി നിമിഷം പോലെ തോന്നും. അറിവ് അപരാപ്രകൃതിക്ക് വിധേയമായാൽ ഒരു അരനൊടി ഒരു നൂറ്റാണ്ട് പോലെ തോന്നും. മനുഷ്യ മനസ്സിന്റെ ഈ ഒരു അവസ്ഥ വെറും അപരാവിദ്യ മാത്രമായാൽ ബോറടിച്ച് മനസ്സ് മുരടിച്ച് മരവിച്ച് അവസാനം നിങ്ങൾക്ക് ചത്തുപോവാം. നിങ്ങൾക്ക് പരാവിദ്യ കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിച്ച്, നിങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച്, നിങ്ങളുടെ പ്രയാസങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സ്വസ്ഥതയും ശാന്തിയും സുഖവും സന്തോഷവും കണ്ടെത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പൊ അതുകൊണ്ട് അപരാവിദ്യയോടൊപ്പം പരാവിദ്യയും ദ്വേവിദ്യ, രണ്ട് വിദ്യകളെ ജ്ഞാനം. ഇപ്പൊ രണ്ട് ജ്ഞാനം ഉണ്ടാവണം. ഇനി അപരാവിദ്യയെക്കുറിച്ച് നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളല്ല അവർക്ക് കിട്ടുന്നത്. കാരണം മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനെ വിഭജിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ഇഷ്ടമുള്ളതാക്കി തീർക്കാം? ജീവിത വിജയം എന്നത് നമുക്കോരോരുത്തർക്കും സാധിക്കുന്ന കാര്യമാണ്. അതിന് നാം എന്താ വേണ്ടത്? ഭഗവത്ഗീത തരുന്ന അറിവിനെ നാം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ നാം തയ്യാറുണ്ടെങ്കിൽ ഭഗവത്ഗീത തരുന്ന വിജയം നമുക്ക് കൈവരിക്കാം. ജയിക്കാനായി ജനിച്ചവനാണ് ഭൂമിയിലെന്ന് നമ്മൾ വീരഘോഷം കെട്ടിപ്പറഞ്ഞാലും നിങ്ങളുടെ ബോധമനസ്സിനെ നിങ്ങൾ മനസ്സിലാക്കാതെ, അതിനെ പരിവർത്തനം വരുത്താതെ, അതിനെ വികസിപ്പിക്കാതെ യഥാർത്ഥ ജീവിത വിജയം സാധ്യമല്ല. കാരണം ജീവിത വിജയം, ജീവിതം തന്നെ നിൽക്കുന്നത് ഈ ബോധമനസ്സിലാണ്. ബോധമനസ്സുണരുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നു. ബോധമനസ്സ് കെട്ടടങ്ങുന്നതോടുകൂടി ജീവിതത്തിന്റെ അനുഭവങ്ങൾ അസ്തമിക്കുന്നു. ഉറങ്ങുന്നൊരു വ്യക്തിക്ക് ലോകമുണ്ടെങ്കിലെന്ത്, ഇല്ലെങ്കിലെന്ത്? ഉറങ്ങുന്നൊരു വ്യക്തിക്ക് സ്വർഗമുണ്ടെങ്കിലെന്ത്, ഇല്ലെങ്കിലെന്ത്? അയാൾക്ക് വല്ല അനുഭവമുണ്ടോ? അബോധാവസ്ഥയിൽ കിടക്കുന്നവർക്ക് ജീവിതമുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ പറയും ജീവനുണ്ട്. ജീവനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതമുണ്ടോ? ജീവനും ജീവിതവും. ജീവിതമാവണമെങ്കിൽ ബോധമനസ്സ് ഉണരണ്ടേ? മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ബോധം കെട്ട് കിടക്കുന്ന ഒരാൾക്ക് കോടികളുടെ സ്വത്തുണ്ടായിട്ട് എന്ത് കാര്യം? അയാൾക്ക് എന്ത് ജീവിതം? അയാൾക്ക് ജീവനുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും കൺഫ്യൂഷൻ ആക്കരുത്. ജീവിതം എന്ന് പറയുന്നത് ബോധമനസ്സാണ്. അത് ഉണരുമ്പോഴാണ്. ആ ബോധമനസ്സിനെ കുറിച്ച് നമുക്കറിയില്ല എങ്കിൽ നിങ്ങൾക്കെങ്ങനെ യഥാർത്ഥ ജീവിതം ആസ്വദിക്കാൻ പറ്റും? അതെന്തിനാ അറിയുന്നത്? കാരണം ഈ ബോധമനസ്സ് നാം അനുഭവിച്ചതും ശീലിച്ചതും ആവർത്തിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ സ്മരണകളായി ഉള്ളിലങ്ങനെ കോർത്ത് ചേർത്ത് കുമിച്ചു വയ്ക്കും. ഇംപ്രഷൻസ്, നമ്മളതിനെ സ്മരണകൾ എന്ന് വിളിക്കും. ഈ സ്മരണകൾ പ്രായമാകുന്തോറും നിങ്ങളുടെ സ്വസ്ഥതയും ശാന്തിയും കെടുത്തും, ഉറക്കമില്ലാതാക്കും, സ്വപ്നങ്ങൾ കൂട്ടും. മനസ്സ് മുഴുവൻ ചിന്തകളാൽ നിറഞ്ഞു കിടക്കുന്ന ഒരാൾക്ക് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും സന്തോഷവും കാലം കൊണ്ട് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ആളുകൾ വാർദ്ധക്യത്തിൽ അടുക്കും തോറും എന്താ അവരുടെ സന്തോഷം കുറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലങ്ങനെ കുമിഞ്ഞു കിടക്കുന്ന കുംഭാരം. നമ്മളുണ്ടല്ലോ, പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലോ കോർപ്പറേഷനിലൊക്കെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കുപ്പ മുഴുവൻ കൊണ്ട് ചിലയിടത്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കുമല്ലോ. ഗവൺമെന്റ് തന്നെ അങ്ങനെ കമ്പോസ്റ്റ് ഏരിയകൾ ഉണ്ടാക്കും. ഇന്ന് ധാരാളം അങ്ങനെയുള്ള ഈ കളക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. ദുർഗന്ധം കൊണ്ട് ആ പ്രദേശത്തേക്ക് പോകാൻ പറ്റില്ല. അത്ര ഒരു കച്ചറ ഡംപിംഗ് സ്റ്റേഷൻ. ഈ കച്ചറകൾ അങ്ങനെ കിടക്കുമ്പോൾ എത്രമാത്രം ദുർഗന്ധമാണ് ആ പ്രദേശത്തൂടെ പോകുന്നവർക്ക് അനുഭവപ്പെടുന്ന അറിയുന്നല്ലേ? നമ്മളും അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലിങ്ങനെ കച്ചറകള്, അനാവശ്യമായ ചിന്തകള്,
വേവലാതികള്, ആങ്സൈറ്റി, ഭയം, ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ കുമിഞ്ഞ് 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 കൂടുന്നത് നമ്മൾ കാണുന്നില്ല. ഒരുപക്ഷെ ആ കമ്പോസ്റ്റുകളൊക്കെ നമുക്ക് പ്രോസസ് ചെയ്യാൻ ഇന്ന് ടെക്നോളജി ഉണ്ട്. ഇന്ന് അതിനെയൊക്കെ മാനുവലാക്കി മാറ്റാൻ മെഷീനറികളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കിടക്കുന്നത് മുഴുവൻ ഒരുതരം കെമിക്കലൊക്കെ ഇട്ട് അതിനെ ഒരു പ്രത്യേക സോയിലാക്കി മാറ്റി റോഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ അതിനെ കൊണ്ടുപോയിട്ട് അതിന്റെ മുകളിൽ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കമ്പോസ്റ്റ് അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യപ്പെടുന്നു. ചിലപ്പോൾ അതിനെ വളമാക്കിയിട്ട് എവിടെയെങ്കിലും കൃഷിസ്ഥലത്ത് കൊണ്ടിടുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. പക്ഷെ ഈ മനസ്സിലുള്ള ഈ ചിന്താ കൂമ്പാരത്തെ നമുക്ക് മാറ്റാൻ ഒരു ടെക്നോളജിയും ഒരു മരുന്നും ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾ നോക്കൂ, കുട്ടിക്കാലത്ത് കുട്ടികൾ അങ്ങനെ ആർത്തുല്ലസിച്ച് പാടി രസിച്ച് കളിച്ചങ്ങനെ ആസ്വദിക്കുന്നു ജീവിതം. കാരണം തലയിൽ ചിന്തകളുടെ ഭാരം കുറവാണ്. പ്രായമായിട്ടുള്ളവർ എല്ലാം സീരിയസ് ആയിട്ട് ജീവിതത്തെ എടുക്കുന്നു. കാരണം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവർ അസ്വസ്ഥരാണ്. കാരണം ഈ കുമ്പാരം അവരെ സ്വസ്ഥമാവാൻ അനുവദിക്കില്ല. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങനെ ഫലപ്പെട്ട് അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം കിട്ടിയാൽ സന്തോഷം. അങ്ങനെ അവരുടെ മനസ്സ് മുഴുവൻ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന ചിന്തകളുടെ കുമ്പാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ വിചാരിച്ചാൽ പോലും രക്ഷപ്പെടാൻ പറ്റില്ല. അവസാനം മദ്യത്തിനോ മറ്റോ മയക്കുമരുന്നിനോ അടിമപ്പെട്ട് അല്പമൊന്ന് ഉറങ്ങിക്കിട്ടാൻ ഈ ഞരമ്പുകളെ മുഴുവൻ തളർത്തേണ്ടിയിരിക്കുന്നു. അവർക്ക് മനസ്സല്ല ഉറങ്ങുന്നത്, ഞരമ്പുകൾ തളർന്നുറങ്ങുകയാണ്. അങ്ങനെ അവരുടെ ജീവിതം മുഴുവൻ സുഖം, സന്തോഷം എന്നതൊക്കെ വെറും വാക്കുകളായി, യാഥാർത്ഥ്യവുമായി അതിനൊന്നും ഒരു പൊരുത്തമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ആളുകൾ. ഇപ്പൊ നാം മനസ്സിലാക്കണം, ഈ ബോധ മനസ്സിനെ നാം അറിഞ്ഞാൽ മാത്രമേ അതിൽ കുമിഞ്ഞുകൂടുന്ന ചിന്തകളെ നമുക്ക് മാറ്റിമറിച്ച് പുറത്തു കടക്കാൻ പറ്റുള്ളൂ. കൃഷ്ണൻ പറയുന്നു, ഈ ചിന്തകളിൽ നിന്നും പുറത്തു കടക്കാൻ നമുക്ക് കഴിയുന്നുള്ളത്. എന്തൊരു അത്ഭുതമാണ് നോക്കൂ. മനുഷ്യരതിന് കഴിവുണ്ട്. പക്ഷെ മനുഷ്യൻ അറിയണം, ആ ബോധ മനസ്സിനെ അറിയണം. അപ്പൊ ബോധ മനസ്സിനെ മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അസ്വസ്ഥമാക്കുന്ന, വിഷമിപ്പിക്കുന്ന, ഉള്ളിലുള്ള അടിഞ്ഞുകൂടിയ സ്മരണകളിൽ നിന്നും നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റും. ഇതിൽ പരം ഒരു കഴിവ് വേറെ വേണം. അപ്പോ അത്തരത്തിലുള്ളൊരു കഴിവ് നാം നേടിയിട്ടില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ചില ചിന്തകളിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റില്ല. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞാണ്, ഒരു പെണ്ണിന്റെ പിന്നാലെ പോയി പ്രണയം 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 പ്രണയം, ഓ അവളിലേക്ക് ജീവിതമില്ല, അവളാണ് എന്റെ സർവസ്വം, അവളാണ് എന്റെ സ്വർഗം, അവളാണ് എന്റെ മുത്ത്, അവളാണ് എന്റെ. ആ പെണ്ണിവനെ തേച്ചൊട്ടിച്ച് വേറൊരുത്തന്റെ കൂടെ പോയാൽ ഇവൻ തൂക്കുകയറിന്റെ പിന്നാലെ പോവാണ്. കാരണം ആ ചിന്തയിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുന്നില്ല. തനിക്ക് കിട്ടിയ ഷോക്കിൽ നിന്ന്. ആരാണ് അവന്റെ ജീവിതം തകർത്തത്? ശരീരമാണോ? പെണ്ണാണോ? ഒരുപക്ഷെ നിങ്ങൾക്ക് പെണ്ണാണെന്ന് തോന്നും. ഇവന്റെ ദുർബലമായ മനസ്സിനെ നിങ്ങൾ കാണുന്നില്ല. ആരാതിനെ ദുർബലപ്പെടുത്തിയത്? അവനവൻ തന്നെ. അങ്ങോട്ട് വിചാരിക്കുകയാണ്, സ്വപ്നം കാണുകയാണ്, ഒരു പെണ്ണ് എന്റെ ആവുന്നു. ആ പെണ്ണിനൊരു മനസ്സുണ്ട്, അതിവനെ വാല്യൂ ചെയ്യുന്നത് വേറെ തലത്തിലാണ്. ഈ പയ്യനെ അവള് വില വെക്കാതെ കൊണ്ടു നടന്ന് ഇങ്ങനെ 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 ജീവിതത്തിൽ ഇങ്ങനെ ജീവിതം തകർക്കുന്ന യുവാക്കളില്ലേ? അതുകൊണ്ട് ഈ മനസ്സിനെ നാം മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് തരത്തിലുള്ള ദുരിതത്തിൽ നിന്നും പുറത്തു കിടക്കാൻ പറ്റും. പ്രണയം ഒരു ഭാഗം. ഇന്ന് നടക്കുന്നൊരു കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഒരുപക്ഷെ പരീക്ഷയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, പരീക്ഷ ജയിക്കുമോ എന്നുള്ള ഉത്കണ്ഠയായിരിക്കാം, അല്ലെങ്കിൽ ഇന്റർവ്യൂ കിട്ടുമോ എന്നുള്ള ഉത്കണ്ഠയായിരിക്കാം, കല്യാണത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഉത്കണ്ഠകളും വിഷമങ്ങളും പ്രയാസങ്ങളും മനുഷ്യ ജീവിതത്തിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സിനിമ കഥകൾ പോലെ. അപ്പൊ അതുകൊണ്ട് ഞാനും നിങ്ങളും ഇനി മുതൽ നാം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ നാം ഒരു പടി കയറാൻ പോവാണ്. അല്ലെങ്കിൽ ഭഗവത്ഗീത കാണിച്ചു തരുന്ന ഒരു വഴിയിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണല്ലോ? നമ്മുടെ ജീവിതത്തിൽ ഇനി നാം നേരിടാൻ പോകുന്ന ഏതു പ്രശ്നങ്ങളെയും
നമുക്കത് സ്വയം പരിഹരിക്കാനുള്ള, അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി നാം ഇനി മുതൽ ആരംഭിക്കുകയാണ്, യാത്ര ചെയ്യാൻ. ആ വഴി ഗീത കാണിച്ചു തരുന്നുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്താൽ മതി. അതിന് നമ്മൾ ഒരുക്കമാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. അപ്പൊ അതിനെന്താണ് വേണ്ടത്? തിരിച്ചറിവ് വേണം. ഈ ബോധ മനസ്സ് എന്ന് പറയുന്ന സകല ചിന്തകളുടെയും സകല അനുഭവങ്ങളുടെയും അറിവുകളുടെയും പ്രഭവ കേന്ദ്രം ബോധമാണ്, ബോധശക്തിയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? കാരണം ബോധശക്തി എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് തിരിച്ചുവിടാം, അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ ബോധശക്തിയിൽ ഇരുന്നു കൊണ്ടാണ് നാം സുഖത്തെയും സന്തോഷത്തെയും നല്ലതിനെയും ചീത്തതിനെയും ഒക്കെ അറിയുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം, ഇതിന്റെ ആരംഭം കാരണഭൂതമായിരിക്കുന്നത്. ആ വാക്കെന്ന് വളരെ പോപ്പുലറാണ്, കാരണഭൂതം. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കാരണഭൂതമായിരിക്കുന്നത് കിറ്റുകൾ തരുന്നവരല്ല, ഓർക്കുക, ഈ ബോധമാണ്, അനന്തബോധമാണ്. അപ്പൊ അത്തരത്തിലുള്ള ആ ശക്തിയെ നമ്മളൊന്ന് വികസിപ്പിച്ചെടുത്താൽ, അതിനെ ഒന്ന് ശക്തിപ്പെടുത്തിയെടുത്താൽ, എന്ന് പറഞ്ഞാൽ മനസ്സിനെ ശക്തിപ്പെടുത്തുക, നാം അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചാൽ നമുക്ക് മാറ്റങ്ങളും പരിവർത്തനങ്ങളും വികാസങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. ഒന്ന്, ബുദ്ധിക്ക്, നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താൻ സാധിക്കും എന്നുള്ള ഒരു ദൃഢത, ഒരു ശക്തി, അത് ഡെവലപ്പ് ചെയ്യാനാണ് കൃത്യനിഷ്ഠ. നാം വളർത്തിയെടുക്കണം. ഇനി മനസ്സിനെ ഏകാഗ്രമാക്കാതെ, ബോധപൂർവം ഏകാഗ്രമാക്കാതെ ആ മനസ്സിന്റെ ചിന്തകളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധ്യമല്ല. മുള്ളിനെ മുള്ളുകൊണ്ടേ എടുക്കാൻ പറ്റുള്ളൂ. പാമ്പിന്റെ വിഷം ഇറക്കാൻ പാമ്പിന്റെ വിഷം തന്നെ മരുന്നായി കുത്തിവെക്കണം എന്നതുപോലെ ചിന്തകളാൽ അലട്ടുന്ന മനസ്സിനെ ചിന്തകളിലൂടെ തന്നെ പുറത്തു കൊണ്ടുവരണം. ആയുർവേദത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഘൃതം, അതായത് നെയ്യ് കൊണ്ടുണ്ടായ കഴിച്ച രോഗത്തിനെ മാറ്റാനും നെയ്യ് കൊണ്ടുള്ള ഔഷധം തന്നെ കഴിക്കണം, ഘൃതം എന്ന് പറയും. അപ്പൊ നെയ്യ് കൊണ്ടുണ്ടായ രോഗങ്ങള് നെയ്യ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ മരുന്ന് കൊണ്ട് മാറ്റാം. ഇതുപോലെ കൃത്യമായ ഉപാസനകളെ കൊണ്ട് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിച്ചുവിട്ട് നാം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ നമുക്ക് സാധിക്കും എന്നതിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധയുള്ളവർക്ക് ജ്ഞാനമുണ്ട്. ഈ ശ്രദ്ധ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നാം സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശ്രദ്ധ. ഗീതയില് ഇത് 39, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അജിരേണാധിഗച്ഛതി. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിങ്ങളോട്, ഈ വാക്ക് കുട്ടികൾ പഠിക്കുന്ന മുറിയിൽ എഴുതി വെക്കണം, സ്കൂളുകൾ ക്ലാസ്സുകളിൽ എഴുതി വെക്കണം, കോളേജുകളിൽ ക്ലാസ്സുകളിൽ എഴുതി വെക്കണം, എവിടെയൊക്കെ പഠനമുണ്ടോ അവിടെയൊക്കെ ഇത് എഴുതി വെക്കണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഇത്രയും മനോഹരമായൊരു വാക്ക് ഇനി നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ കാണാൻ പറ്റില്ല. ഗീതയിലെ 4-ാം അധ്യായത്തിലെ 39-ാം ശ്ലോകം. ഇനി ശ്രദ്ധ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശ്രദ്ധ എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്, എപ്പോഴും നമ്മൾ പറയുന്നത് കോൺസെൻട്രേഷൻ എന്ന അർത്ഥത്തിലാണ്. കോൺസെൻട്രേഷൻ വായിക്കുമ്പോൾ കോൺസെൻട്രേഷനോടുകൂടി വായിക്കൂ എന്ന് കുട്ടികളോട് പറയും ടീച്ചർമാർ. ഏകാഗ്രത, അതാണ് ശ്രദ്ധ എന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധ എന്നതിന് കേവലം കോൺസെൻട്രേഷൻ എന്നല്ല അർത്ഥം, ഏകാഗ്രത എന്നല്ല അർത്ഥം. ആദിശങ്കരാചാര്യസ്വാമികൾ തന്റെ വിവേക ചൂടാമണി എന്ന കൃതിയില് അദ്ദേഹത്തിന്റെ പ്രകരണ ഗ്രന്ഥത്തിൽ ശ്രദ്ധ എന്ന വാക്കിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവതാരണ സാ ശ്രദ്ധ കൃത്യതയെന്നാണ്. ശാസ്ത്രസ്യ, ശാസ്ത്രത്തിലും ഗുരുവാക്യസ്യ, ഗുരുവിന്റെ വാക്കുകളിലും ആരാണോ മനസ്സ് വെച്ചിട്ട് അവരവരുടെ ഗുരുക്കന്മാര് പറഞ്ഞു തന്നിരിക്കുന്ന അനുഷ്ഠാനങ്ങളെ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നത്, അതാണ് ശ്രദ്ധ. മനസ്സിലായില്ല? ഒന്നുകൂടി വിശദീകരിക്കാം.
അതായത് ഇപ്പൊ ഒരു കുട്ടി സാധാരണ പഠിക്കുമ്പോൾ അമ്മമാരൊക്കെ മനസ്സിലാക്കണം കുട്ടികളുടെ പഠിത്തത്തെ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഈ ശ്രദ്ധ എന്നുള്ള വാക്ക് ആദ്യം നമ്മള് പഠിക്കുന്നതൊക്കെ ചില താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പഠിക്കാനുള്ള ഒരു താല്പര്യം, അതിന് കുട്ടിക്കാലത്ത് തന്നെ അമ്മമാര് മനസ്സിനെ ഒന്ന് മേക്കപ്പ് ചെയ്യും. പിന്നെ ചില അധ്യാപകന്മാര് പഠിപ്പിക്കുന്ന ഒരു താള ഓളക്രമങ്ങള് അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അങ്ങനെയാണ് പല സബ്ജക്റ്റുകളും കുട്ടികൾ ഇഷ്ടപ്പെടുക. ചില കുട്ടികൾക്ക് ജന്മാന്തരമായിട്ട് ചില വാസനകൾ ഉണ്ടാവും. പാട്ടുപാടാനും നൃത്തം വെക്കാനും കഥ പറയാനും അതുപോലെ പല വിഷയങ്ങളെക്കുറിച്ചും അവർക്ക് താല്പര്യം ഉണ്ടാവും, അറിയാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെയൊക്കെ താല്പര്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ പലതും അറിയാൻ ശ്രമിക്കുന്നത്. ചിലത് നമുക്ക് താല്പര്യമില്ലാത്തതും ഉണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾക്ക് ഒരു ആത്മസംഘർഷം ഉണ്ടാകുന്നത്. അപ്പൊ ഈ താല്പര്യമാണ് തുടക്കത്തിൽ നമ്മളെ പലതും അറിയാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മളൊക്കെ എന്ത് കേൾക്കുമ്പോഴും അറിയാനൊരു താല്പര്യം. എന്നിട്ടെന്തായി. ഇപ്പൊ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നു, അതെന്താണ്, ഒട്ടും ക്രിക്കറ്റ് അറിയാത്ത കുട്ടി, അതെന്താ കളി, അപ്പൊ കുട്ടിക്കൊരു താല്പര്യം. അപ്പൊ ആ കളി ഇങ്ങനെ കുട്ടിയും പോയി കണ്ട് അതിലെ ഓരോ റൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, അതറിയാൻ താല്പര്യം, അതൊക്കെ പഠിച്ചു. പിന്നെ കുട്ടി കളിക്കാൻ തുടങ്ങുന്നു, അപ്പൊ അതിനോട് താല്പര്യമായി. പിന്നെ കളിക്കുമ്പോൾ കൂട്ടുകാരോടൊത്തുള്ള ആ ഒരു ടീം സ്പിരിറ്റ് കുട്ടിക്ക് ഒന്നുകൂടി താല്പര്യം ഉണ്ടാക്കി അങ്ങനെ കുട്ടി അതിലേക്ക് വീഴാൻ. അല്ലാതെ ജനിച്ച ഉടനെ തന്നെ ക്രിക്കറ്റ് ബാറ്റുമായിട്ട് ആരും പോയിട്ടില്ല. ഓരോന്നും മറ്റൊരാളിങ്ങനെ പറയുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അതൊരു താല്പര്യം, അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു താല്പര്യം, കേൾക്കുമ്പോൾ ഒരു താല്പര്യം. ആ താല്പര്യത്തിലൂടെയാണ് നാം ഓരോരുത്തരും പലതിലേക്കും കടന്നു വരുന്നത്. ഈവൻ രാഷ്ട്രീയം പോലും കൂട്ടുകാരുടെയൊക്കെ പ്രേരണ കൊണ്ടും അതിലുള്ള ചെറിയൊരു താല്പര്യം കൊണ്ടും അതിലേക്ക് എത്തിച്ചേരും. പല ആളുകളും ആത്മീയത അച്ഛനമ്മമാരുടെ പ്രേരണയിൽ നിന്നും പിന്നെ ഇങ്ങനെ അതിലൊരു പോയി ഒരു താല്പര്യം ഡെവലപ്പ് ചെയ്യുന്നു, ഒരു സന്തോഷം, അതിലൊരു സംതൃപ്തി, അങ്ങനെ അത് ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷെ അധിക പേരും ഈ താല്പര്യത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഈ പാഷൻ എന്ന വാക്കുണ്ടല്ലോ, അത് പലപ്പോഴും പലതിലേക്കും മാറിപ്പോകും. താല്പര്യം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലോകത്തിൽ കാണാൻ സാധിക്കും, സിനിമാ രംഗത്ത് കുറേ കാലം മുഴുകി നിന്ന ആളുകൾ രാഷ്ട്രീയത്തിലേക്ക്, നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ നോക്കൂ, നിങ്ങൾ അവരുടെ പാഷൻ മാറി, അവർക്ക് വേറൊന്നിലേക്ക് പാഷനായി, അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ നിന്ന് വേറൊരു ഫീൽഡിലേക്ക് മാറുന്ന, അഭിനയത്തിൽ നിന്ന് വേറെ ഫീൽഡിലേക്ക്. അപ്പൊ പാഷൻ മാറാം, കാരണം താല്പര്യങ്ങൾ എപ്പോഴും മാറാം. പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് താല്പര്യം അഥവാ പാഷൻ. ഫാഷൻ അല്ല, പാഷൻ, ഒന്നിനോടുള്ള താല്പര്യം. പക്ഷെ നമുക്ക് ഈ പാഷൻ മാത്രമായാലുള്ള കുഴപ്പം, മനുഷ്യ മനസ്സിന്റെ താല്പര്യങ്ങൾ മാറാം, പ്രയോറിറ്റീസ് മാറാം. അത് യുവതീ-യുവാക്കളൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾ പ്രേമിക്കുന്നത് ഒരു പാഷൻ കൊണ്ടാണെങ്കിൽ, ഒരു താല്പര്യം കൊണ്ടാണെങ്കിൽ, കുറെ കഴിഞ്ഞാൽ ആ പ്രയോറിറ്റി മാറി വേറൊന്നിലേക്ക് മനസ്സ് പോകുമ്പോൾ ആ പ്രേമം അവിടം കൊണ്ട് തീർന്നിട്ടുണ്ടാവും. അതാണ് പലർക്കും കുറെ കാലം കഴിഞ്ഞാൽ പ്രേമം മുരടിക്കുന്നത്, വിരസമാകുന്നത്. എന്നും നിങ്ങൾ വിചാരിക്കും പഴയ ഒരു റൊമാൻസ് കൊണ്ടു നടക്കാൻ പറ്റുന്നത്. ഈ ചക്കരയെ മുത്തേ എന്നുള്ള വിളിയൊന്നും ഉണ്ടാവില്ല. കുറെ കഴിഞ്ഞാൽ അതിനോടൊരു മടുപ്പ് തോന്നും. അപ്പൊ ഈ തരത്തിൽ നമ്മുടെ പാഷൻ, അതിനൊരു പരിമിതി ഉണ്ടെന്ന് പലരും അറിയുന്നില്ല. അപ്പൊ ഈ താല്പര്യത്തിൽ നിന്ന് മനുഷ്യൻ ശ്രദ്ധയിലേക്ക് വികസിച്ചാൽ, ശ്രദ്ധയിലേക്ക് ഉയർന്നാൽ, ആ മനസ്സുകൾക്ക് ഉയർച്ചയുണ്ട്. അതെന്താണ് ഈ ശ്രദ്ധയും താല്പര്യവും തമ്മിലുള്ള വ്യത്യാസം? താല്പര്യം പലതിനോടുമായിരിക്കാം. നിങ്ങൾക്ക് സംഗീതത്തോട് താല്പര്യം ഉണ്ടാവും, നൃത്തത്തോട് താല്പര്യം ഉണ്ടാവും, പാട്ടിനോട് താല്പര്യം ഉണ്ടാവും, അതിനോട് താല്പര്യം ഉണ്ടാവും, ഇതിനോട് താല്പര്യം ഉണ്ടാവും, ഫാഷനോട് താല്പര്യം ഉണ്ടാവും, അതിനോട് ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ്, അത് ഇത് പണം, അത് പെണ്ണ്, കള്ള്, ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടാവായിരിക്കാം. പലതും നല്ലത് ചീത്തയൊക്കെ ഉണ്ടായിരിക്കാം. ഈ താല്പര്യങ്ങൾ നിങ്ങളെങ്ങനെ അതിലേക്ക് മത്സ്യത്തിന് മുന്നിൽ ഇരയിട്ട് കൊടുത്ത പോലെ അതങ്ങനെ പിടിക്കാൻ പോയിക്കോളും. പക്ഷെ താല്പര്യത്തിനൊരു പരിമിതിയുണ്ട്. താല്പര്യത്തിൽ എപ്പോഴും ഒരു വിരസതയുണ്ട്, മടുപ്പുണ്ട്. താല്പര്യം കുറേ കഴിഞ്ഞാൽ നമുക്ക്
മടുത്തു തുടങ്ങും. എന്നാൽ അതിൽ നിന്നും ഉന്നതമായ ഒരു അവസ്ഥയാണ് ശ്രദ്ധ. ശ്രദ്ധ എന്നതിന് അർത്ഥം നമ്മൾ കേവലം താല്പര്യത്തോടുകൂടി ഒരു കാര്യത്തിൽ മുഴുകുക എന്നതല്ല. ഇവിടെ താല്പര്യവും ഉണ്ടെങ്കിലും താല്പര്യം ശ്രദ്ധയുടെ ഒരു ഭാഗമാണ്, അത്രയേ ഉള്ളൂ, ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. താല്പര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ശ്രദ്ധയിൽ താല്പര്യം കൂടിയുണ്ട്. ശ്രദ്ധ എന്ന് പറയുന്നത് അവനവനെ എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്നതിനെ കുറിച്ചുള്ള അറിവോടുകൂടിയ, ബോധ്യത്തോടുകൂടിയ, കൺവിക്ഷനോടുകൂടിയ ഒരു താല്പര്യത്തെയാണ് നാം, അല്ലെങ്കിൽ ഏകാഗ്രതയാണ് നാം ശ്രദ്ധ എന്ന് പറയാം. ശ്രദ്ധ രണ്ട് വാക്കുകളാണ് അതിൽ. ശ്ര എന്നൊരു ശ്രമവും അതിലുണ്ട്, പരിശ്രമവും അതിലുണ്ട്, ധ എന്നുള്ള ധാരണയും അതിലുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ചുള്ള ധാരണ, വ്യക്തത, ക്ലാരിറ്റി, ആ വ്യക്തതയോടുകൂടിയിട്ടുള്ള, ക്ലാരിറ്റിയോടുകൂടിയിട്ടുള്ള ഒരു ആചരണത്തെ അല്ലെങ്കിൽ അനുഷ്ഠാനത്തെ, പരിശ്രമത്തെ ശ്രദ്ധ എന്ന് പറയണം. അപ്പൊ അതിനാണ് നമുക്ക് ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ, ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത് പെർഫെക്റ്റ് ഡെഫിനിഷനാണ്. നമുക്ക് ശാസ്ത്രവും ഗുരുക്കന്മാരും വഴികാട്ടികളും വേണം. ഈ ശാസ്ത്രവും ഗുരുവും അതെന്തിനാണ് രണ്ടും പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് നമ്മൾ കേൾക്കുന്നോ അത് യുക്തിനിഷ്ഠമായി, ശാസ്ത്രീയമായി നമുക്ക് കൃത്യതയോടെ വ്യക്തമായും ബോധ്യപ്പെടണം. അതും ഈ ജീവിതത്തിൽ ഇവിടെ തന്നെ, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതായിരിക്കണം. ഇവിടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന സത്യത്തെ പറയുന്ന പേരാണ് ശാസ്ത്രം. ഹിന്ദുമത ഗ്രന്ഥങ്ങളൊക്കെ ശാസ്ത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഹിന്ദുമത ഗ്രന്ഥങ്ങളൊക്കെ ശാസ്ത്രമാണ്. എന്താ ശാസ്ത്രം എന്ന് വിളിക്കാൻ കാരണം? ശാസ്ത്രം എന്ന വാക്കിന്റെ പൊതുവെ അർത്ഥം ദാറ്റ് വിച്ച് യു ക്യാൻ എക്സ്പീരിയൻസ് ത്രൂ ദി വേരിയസ് എക്സ്പെരിമെന്റ് ഹിയർ ആൻഡ് നൗ. ഇവിടെ വെച്ച് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന അതിനെയാണ് ശാസ്ത്രം എന്ന് പറയുക. ദാറ്റ് മീൻസ് യു ക്യാൻ എക്സ്പെരിമെന്റ് ഇറ്റ് ഓൺ ആൻഡ് യു ക്യാൻ റെക്കഗ്നൈസ്, യു ക്യാൻ റിയലൈസ് ഇറ്റ്. ഇവിടെ നിങ്ങൾക്ക് ആ സത്യത്തെ ബോധ്യപ്പെടാൻ വേണ്ടി പരീക്ഷണ, നിരീക്ഷണ, പരിശ്രമങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ലാബിലിരുന്ന് എന്താണോ കണ്ടുപിടിക്കുന്നത് ആ ഒരു കണ്ടുപിടുത്തം പോലെ ഇവിടെ ഋഷി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വജീവിതത്തിൽ വൈൽ ലീവിങ്. ഇന്നലെ നമ്മളൊരു വാക്ക് പറഞ്ഞു, ഇഹ എന്നൊരു വാക്ക്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ വാക്ക്? നഹിജ്ഞാനേന സദൃശ്യം പവിത്രം ഇഹ എന്നൊരു വാക്ക് പറഞ്ഞു. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അനുഭവിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന, നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന, നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന സത്യങ്ങളെയാണ് ശാസ്ത്രം എന്ന് പറയാം. അപ്പൊ ഇതര മതഗ്രന്ഥങ്ങളൊക്കെ ഈ സെമറ്റിക് അതൊന്നും ശാസ്ത്രമല്ല. കാരണം അതൊക്കെ മരണാനന്തരമുള്ള സ്വർഗത്തെ കുറിച്ചാണ് പറയുന്നത്. ആർക്കറിയാം മരണത്തിന് ശേഷം സ്വർഗമുണ്ട്? കാരണം മരിക്കുമ്പോൾ അബോധാവസ്ഥയിൽ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അബോധാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ബോധം വരണമെങ്കിൽ ഒരു ശരീരം വേണ്ട. പക്ഷേ സ്വർഗത്തിലെത്തി ദൈവം ശരീരം കൊടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ പുനർജന്മം എന്നല്ലേ അവർ പറയുന്നത്? അതിന് സ്വർഗത്തിൽ പോയി ജനിക്കണോ? ഇവിടെ തന്നെ ജനിച്ചാ പോരെ? ഇനി ദൈവം അവിടെ സ്വർഗത്തിൽ പോയിട്ടൊരു ശരീരം കൊടുത്താൽ ഇവർക്ക് ഇവിടെ ജീവിച്ചവരാണെന്നുള്ള എന്തോ ഓർമ്മയുണ്ട്. ഇനി ശരീരത്തിലൂടെ അവര് കുത്തഴിഞ്ഞ് സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് അവർ പറയണത്. ശോ, കഷ്ടം. ഈ ശരീരത്തിന് അവയവങ്ങൾ ഉണ്ടാവണം, അവയവങ്ങൾക്കൊരു പരിമിതി ഉണ്ട്. നിങ്ങൾ എത്ര കുത്തഴിഞ്ഞ് എന്തനുഭവിച്ചാലും അത് നിങ്ങളെ വലിയ രോഗത്തിലേക്കും, മാനസിക രോഗത്തിലേക്കും, ജീവിത രോഗത്തിലേക്ക് എത്തിക്കും. പിന്നെ സ്വർഗം എന്ന് പറയുന്നത് സ്വർഗം, രോഗം വരുന്ന ഒരാൾക്ക് സ്വർഗം സ്വർഗമാണോ? ഇതൊക്കെ അന്ധമായി ജനങ്ങളെ അങ്ങോട്ട് കുത്തി നിറച്ച് പറ്റിക്കുകയാണ്. സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. മരണാനന്തരം അബോധാവസ്ഥയിലിരിക്കുന്ന നിങ്ങൾക്ക് മരണാനന്തരം ഒരു ശരീരം സ്വർഗത്തിൽ കിട്ടുമെന്നൊക്കെ വിശ്വസിക്കാൻ മാത്രം അത്ര നിങ്ങൾ മൂഢന്മാരാവണം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ബോധത്തോടുകൂടി ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്നതാണെങ്കിലോ. അതുകൊണ്ടാണ് ഈ ഗീതയും ഭാഗവതൊക്കെ ഇത്ര സുപ്രസിദ്ധമായി തീർന്നത്. കാരണം അതെല്ലാം ശാസ്ത്രങ്ങളാണ്. ഗീതയിൽ 15-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും,
ഇതി ഗുഹ്യതമം ശാസ്ത്രം. അവിടെ ശാസ്ത്രം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഭാഗവതത്തിൽ തന്നെ മഹാത്മ്യം തുടങ്ങുന്നത് തന്നെ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലോകീരേണ ഭാഷിതം എന്നാണ്. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. വീണ്ടും 11-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട് ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അനിന്ദ്യാമന്യത്ര ചാപിച്ച് എന്നൊക്കെയുള്ള വരികള് ഭാഗവതത്തിൽ കാണാൻ നിൽക്ക്. ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ. ശാസ്ത്രം, ശ്രദ്ധ, 2 വാക്കുകളും നിൽക്കവിടെ കാണാം. ഈ ശാസ്ത്രം എന്നതാണ് നമ്മുടെ കൃതികൾ എന്ന് പറയാൻ കാരണം ബോധത്തിന്റെ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാം. ആ സ്വതന്ത്രമായ ബോധത്തെ നിങ്ങൾ നിങ്ങളുടെ സാധന കാര്യങ്ങളിലേക്ക് ഏകാഗ്രമാക്കി കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വരും. നിങ്ങൾ നിങ്ങളുടെ സാധനയിൽ മുഴുകുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളിൽ മുഴുകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറക്കാൻ പറ്റും. ഇതൊരു എസ്കേപ്പിസം അല്ല, ഇതൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളൊക്കെ ഉള്ളവർ വല്ല ജോലിക്കൊക്കെ പോയി അവിടെ ജോലിയിൽ മുഴുകി പ്രശ്നങ്ങളെ മറക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ പഴയ ഓർമ്മകൾ വേട്ടയാടി ഡിപ്രഷനിൽ പോകുന്നവരുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ ബോധത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്ക് വ്യക്തത വന്നു, നിങ്ങളുടെ ബോധത്തിന് സ്വാതന്ത്ര്യമുണ്ട്, ബോധത്തിനെ നിങ്ങൾക്ക് തിരിച്ചുവിടാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ പ്രണവത്തിലും പ്രാണായാമത്തിലും ജപത്തിലും ഏകാഗ്രമാക്കി സമയം എടുത്താൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാനും അനുഭവിക്കാനും ഇവിടെ തന്നെ സാധിക്കും. അറിവോടുകൂടി മനസ്സിനെ സാധനയിൽ അവനവന്റെ കർമ്മങ്ങളിൽ, അത് നിങ്ങൾ എന്ത് ആയിക്കോട്ടെ, നിങ്ങളൊരു പക്ഷെ മ്യൂസിക് ആയിരിക്കാം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളായിരിക്കാം, അവിടെ അങ്ങനെ ആസ്വദിച്ച് അതിൽ മുഴുകി മനസ്സിനെ അർപ്പിക്കുക. അതിന്റെ പേരാണ് ശ്രദ്ധ. അറിവ്, അർപ്പണം, ഈ 2 വാക്കുകളാണ് ശ്രദ്ധയുടെ അടിത്തറ. അറിവ് എന്നതാണ് ശ്രദ്ധയിലെ ധ. അർപ്പണം അഥവാ അഭ്യാസം എന്നതാണ് ശ്രമം. ശ്രമം ധാരണം. ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക. അപ്പൊ പരിശ്രമിക്കുക. ധാരണയോടെ, അറിവോടെ പരിശ്രമിക്കുക. അറിവോടുകൂടി പരിശ്രമിക്കുക. അപ്പോഴാണ് ശ്രദ്ധയാവുന്നത്. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ആര് പരിശ്രമിക്കുന്നു? ജ്ഞാനം ലഭതേ.